എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ കേട്ടിട്ടല്ലേ. ഇന്ന് ഫെബ്രുവരി 14. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇപ്പം എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം ഇന്ന് എന്താണ് പ്രത്യേകത? വാലന്റൈൻസ് ഡേ. സോ എല്ലാവർക്കും ആദ്യമായി തന്നെ ഹാപ്പി വാലന്റൈൻസ് ഡേ നേരുന്നു. ഓക്കെ, ഇന്നേ ദിവസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് തോന്നിയ ഒരു ചെറിയ ചിന്താശകലം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതെ, ഇന്ന് സ്നേഹിക്കുന്നവരെ ഓർക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആദ്യം സ്നേഹിച്ചത് ആരാണ്? ഓഫ് കോഴ്സ് നമ്മളെ ആദ്യം സ്നേഹിച്ചത് നമ്മുടെ മാതാപിതാക്കളാണല്ലേ. നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നേ ദിവസത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുന്നവരെ എത്ര പേരുണ്ട്? അത് എല്ലാവരും ആദ്യം ഓർക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഇപ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ പണ്ടൊക്കെയാണെങ്കിൽ കാമുകന്മാർ മാത്രമേ വാലന്റൈൻസ് ഡേ ഷെയർ ചെയ്യാറുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്നേഹം പങ്കുവയ്ക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ദിവസമായിട്ട് കരുതുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലേക്കാണ്. ഇന്ന് ഒറ്റപ്പെട്ട് മക്കളെ നോക്കിയിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ടെന്നറിയോ? അവരുടെ ഒന്നുമല്ല ഫാദറോ അല്ലെങ്കിൽ മദറോ മരിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾക്ക് അവരെ ഓർക്കുന്ന ദിവസമായിട്ട് കരുതിയാലോ? അവരെ മാത്രമല്ല, അവരെയും കൂടി ഓർക്കുന്നൊരു ദിവസമായിട്ട് കരുതിയാലോ? അല്ലെങ്കിൽ ബ്രദേഴ്സ് അല്ലേ, നമ്മുടെ ചേട്ടന്മാരൊക്കെ സ്വന്തം പാരൻസ് പോലെ തന്നെയാണ് അനിയന്മാരെയൊക്കെ നോക്കുന്നത് അല്ലേ. പക്ഷെ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർക്ക് അതൊന്നും അവരത്ര ഓർക്കുന്നുണ്ടാവില്ല. കാരണം മിക്കവാറും ചേട്ടൻ അനിയനും ഓർക്കുന്ന അത്രം അനിയൻ ചേട്ടനും ഓർക്കില്ല, അല്ലെങ്കിൽ ചേച്ചി അനിയത്തി ഓർക്കുന്ന അത്രം അനിയത്തി ചേച്ചിയെ ഓർക്കില്ല, അല്ലെങ്കിൽ പാരൻസ് മക്കളെ സ്നേഹിക്കുന്ന അത്രം അതിൻ്റെ പകുതിയോ അതിൻ്റെ 1/4 പോലും മക്കൾ തിരിച്ച് പാരൻസിനെ സ്നേഹിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നേ ദിവസത്തിൽ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ഓർത്ത് നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട് സ്നേഹം പങ്കുവയ്ക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സ്നേഹം പങ്കുവയ്ക്കാം. ആരോടെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് അല്പമൊക്കെ വിരോധം ഉണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് ആ വിരോധമൊക്കെ മറന്നു കളഞ്ഞിട്ട് അവർ ചെറുപ്പത്തിൽ നമുക്ക് നൽകിയ സ്നേഹം, നമ്മളെ 5 വയസ്സ് വരെ അല്ലെങ്കിൽ വേണ്ട 2 വയസ്സ് വരെ ഒരു പാരൻസ് നമ്മൾ നോക്കുന്നത്, എല്ലാത്തിനും നമുക്കൊരു സഹായം വേണം. ഓക്കെ, 1 വയസ്സ് വരെ 1.5 വയസ്സ് വരെയൊക്കെ നമുക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ. ഓരോ പ്രാവശ്യം ആ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് വേണ്ടത് ചെയ്തു തരുന്ന നമ്മുടെ അമ്മയെ, നമ്മുടെ അപ്പനെ, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയെ, ചേട്ടനെ ഇന്ന് നമുക്ക് ഓർക്കാം. നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരെയും ഓർക്കാം. പരസ്പരം സ്നേഹിക്കുന്ന എല്ലാവർക്കും, സ്നേഹം മറന്നുപോയ എല്ലാവർക്കും, സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ദിവസമായി കണക്കാക്കി എല്ലാവർക്കും ഒരു വളരെ സ്നേഹത്തോടെ ഞാൻ വീണ്ടും നേരുന്നു ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അമ്മയുടെ അറിവുകളിൽ വീണ്ടും കാണാം. നമ്മളിന്ന് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ ലഹരി മരുന്നിന് അടിമപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ അവർക്കൊരു പ്രായപൂർത്തി ആയിട്ടില്ല. അവർക്ക് മാതാപിതാക്കളുടെയും എല്ലാവരുടെയും സ്നേഹം കിട്ടേണ്ട സമയത്ത്, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന സമയത്ത് നമ്മൾ മാതാപിതാക്കൾ അത് കൊടുത്തിട്ടുണ്ടോ? ഇന്നത്തെ തലമുറയിൽ പാരൻസ് 2 പേരും ജോലിക്ക് പോകുന്നു. എല്ലാം ഒരു എന്താ പറയുക, കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം പോലെയാണല്ലേ. ശരിക്കും അങ്ങനെ തന്നെയാണ്. രാവിലെ എണീക്കുന്നു, പെട്ടെന്ന് എല്ലാം റെഡിയാക്കുന്നു, കൊച്ചിന് ഭക്ഷണം വയ്ക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വന്നാൽ, കൊച്ചു വീണു അല്ലെങ്കിൽ ഒരു പാത്രം വീണു, അങ്ങനെയൊക്കെ വന്നാൽ പെട്ടെന്ന് നമ്മുടെ ഭാവം മാറും, ദേഷ്യം വരും അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കി അവർക്ക് സ്നേഹം കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ മാതാപിതാക്കൾ തയ്യാറാവുന്നുണ്ടോ? പണ്ട് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, എന്തെങ്കിലും വന്നാൽ ആ കുറവ് നികത്താനായിട്ട് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. ഇന്ന് അപ്പാപ്പനും അമ്മാമ്മയൊന്നുമില്ല. അത് മാത്രമല്ല, ഉണ്ടെങ്കിൽ തന്നെ അവരെ വേണ്ട. കാരണം പ്രായപൂർത്തിയായി കല്യാണം കഴിയുമ്പോൾ അവരപ്പം തന്നെ മാറി താമസിക്കണം. അവർക്ക് അവരുടേതായ ഫ്രീഡം വേണം.
ഓക്കെ, അത് ശരി തന്നെ, ഫ്രീഡം വേണം. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്നേഹം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വിടുന്നു. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു ശീലം വളർത്തിയെടുക്കണം. അത് സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കാനും ഇന്നെന്തൊക്കെയാണ് സംഭവിച്ചത്, അവരെ ഒരാളെങ്കിലും, രണ്ടുപേരും ജോലിക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിലും നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറഞ്ഞ സമ്പാദ്യം കൊണ്ടും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അത് ഡിപ്പെൻസ് ഓൺ എങ്ങനെയുള്ള വീടാണ് നമ്മുടെ, എങ്ങനെയുള്ള കാറാണ് നമ്മുടെ, എങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ പിള്ളേർക്ക് സ്നേഹം കൊടുക്കാനായിട്ട് സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ സ്നേഹം കിട്ടുന്നിടത്ത് അവർ തേടിപ്പോകും. ഇപ്പോൾ ഒരു മിഠായിലാണ് പിള്ളേർ ലഹരിയിൽ വീഴ്ത്തുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളോട് ചോദിക്കണം ഇന്ന് എന്താ സംഭവിച്ചത്, ഡെയിലി ചോദിക്കണം ഇന്നത്തെ കാലത്ത്. എന്നാലാണ് ചെറുപ്പത്തിൽ തന്നെ, ഇപ്പോൾ പ്രൈമറി സ്കൂളിൽ തുടങ്ങി കുഞ്ഞുങ്ങളെ ലഹരി കൊടുത്ത് അതിലേക്ക് കൊണ്ടുവരുന്ന ഇഷ്ടംപോലെ ഏജൻസികളും മാഫിയാസും ഫ്രണ്ട്സും. ഇപ്പോൾ ഒരു കൊച്ചിന് ഇച്ചിരി പൈസ കിട്ടുമെന്ന് വെച്ചാൽ അടുത്ത ആൾക്ക് അവൻ മിഠായി വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ വേറൊരാൾ കൂടുതൽ പൈസ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൈസ സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ആ കുഞ്ഞ് കാണുകയാണ്. ആ കുഞ്ഞ് വലുതാകുമ്പോഴോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വലിയൊരു ഡ്രഗ് മാഫിയയുടെ കണ്ണിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങൾ അവർക്ക് കൊടുക്കാത്തത് എന്താണ്? സ്നേഹമാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? സ്നേഹമാണ്. സോ നമ്മളുടെ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ നോക്കുന്നത് ഒരു കടമയായിട്ട് കാണാതെ, കുഞ്ഞുങ്ങളുടെ കരച്ചിലൊരു ശല്യമായിട്ട് കാണാതെ, അതെല്ലാം ഒരു സ്നേഹത്തിലൂടെ കാണുമ്പോഴുണ്ടല്ലോ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ കൊടുത്തു, എനിക്ക് കിട്ടിയില്ലല്ലോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേയിൽ നമ്മൾ അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹം, സെൽഫ്ലെസ് ലവ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നിയ ഒരു ചിന്താശകലം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമൂഹത്തെ ഈ ലഹരിയിൽ നിന്ന് നമുക്ക് വിമുക്തമാക്കാനായിട്ട് സ്നേഹം കൊണ്ട് നേടാൻ പറ്റുള്ളൂ. വീട്ടിൽ കൊടുക്കുന്ന സ്നേഹം കൊണ്ടേ നേടാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹത്തിന് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയത്തിൽ സ്വാർത്ഥമായ സ്നേഹം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയട്ടെ. നിങ്ങളുടെ ഹൃദയം അങ്ങനെ സ്നേഹത്താൽ നിറയട്ടെ. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ ഒരിക്കൽ കൂടി നേരുന്നു. സോ വാട്ട് യു നീഡ്, ഓൾ യു നീഡ് ഈസ് ലവ്. സോ give love, give love, give love. Bye.